ഇനി ഹാങ്ങറിലേക്ക് മാറ്റിയാൽ ഇന്ത്യ രഹസ്യം ചോർത്തും എന്ന ഭയത്തിനും ഇവിടെ അടിസ്ഥാനമില്ല. ബ്രിട്ടന്റെ എല്ലാ യുദ്ധവിമാനങ്ങളും ഉപഗ്രഹങ്ങൾ വഴി തത്സമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. അതിന് പരിസരത്ത് ഒരാളോ ഡ്രോണോ എത്തിയാൽ ആദ്യം അറിയുക ബ്രിട്ടന്റെ വ്യോമസേനയായിരിക്കും. അത് കഴിഞ്ഞേ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സുരക്ഷയിലുള്ള CISF പോലും അറിയുകയുള്ളൂ. അമേരിക്കയിലെ കമ്പനി അധികൃതർ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടക്കുക. വേണ്ടി വന്നാൽ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം അയച്ച് F-35 കൊണ്ടുപോകാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കാം. ഈ സാധ്യതകളെല്ലാം ഉള്ളതിനാൽ ഇവിടെ ഇറക്കിയ വിമാനത്തെക്കുറിച്ച് ബ്രിട്ടന് ഒരാശങ്കയുമില്ല. ഇന്ത്യയിലെ ഹാങ്ങറുകളിൽ ചെറിയ അറ്റകുറ്റപ്പണി പോലും സാധ്യമാവില്ല എന്ന വെല്ലുവിളിയുമുണ്ട്. F-35 ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ അത് ഇന്ത്യ വികസിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഇല്ലതാനും. ഇന്ത്യയിലെന്നല്ല, ഏഷ്യയിൽ പോലും F-35 വർക്ക് സ്റ്റേഷനുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ വിമാനം എന്തുകൊണ്ട് തിരുവനന്തപുരത്തെത്തി?